നിങ്ങൾ ആള് കൊള്ളാലോ. നിങ്ങളെ സഹായിച്ച ആളിനെ നൈസായിട്ട് വഴിയിൽ കളഞ്ഞിട്ട് പോകാനല്ലേ? നിങ്ങളുടെ ഈ കൂട്ടുകാരി ഒരു വലിയ ഊരാ കൊടുക്കുന്ന രക്ഷിച്ചത് ഞാനല്ലേ? എന്നിട്ട് എന്നെ ഒഴിവാക്കണോ നിങ്ങള്? ആരോ ഞങ്ങൾ നിന്നെ ഒഴിവാക്കിയതൊന്നും അല്ല, ഞങ്ങൾ നിന്നെ അന്വേഷിക്കായിരുന്നു. ഞങ്ങള് നിന്നെ കാണാത്ത ടെൻഷനിലായിരുന്നു. പോയപ്പോ എങ്ങോട്ടാ പോയതെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് നിനക്ക് പൊയ്ക്കൂടെ? നിന്നെ കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഞങ്ങള്. നിന്നോട് ഞങ്ങൾ എല്ലാരും കടപ്പെട്ടിരിക്ക. ഞങ്ങളുടെ അനുവിനെ നീ തിരിച്ചതിന് നന്ദിയുണ്ട് അരവേ, ഒരുപാട് നന്ദിയുണ്ട്. നീ വണ്ടി കയറ്, നമുക്ക് പോവാം. വിട്ടോ വിട്ടോ. കിരണേ, വണ്ടി നിർത്ത. ഇവിടെ എന്തിനാ വണ്ടി നിർത്തുന്നേ? വണ്ടി നിർത്ത് എന്നിട്ട് പറയാം. ഇവിടെ എന്തിനാ വണ്ടി നിർത്തിയേ? ഞാനിവിടെ ഇറങ്ങാ. നീ എന്തിനാ ഇവിടെ ഇറങ്ങുന്നേ? ഇത് ഏത് സ്ഥലം? ഈ സ്ഥലത്ത് നിനക്കെന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഇറങ്ങാന്ന് കരുതി, അത്രേ ഉള്ളൂ. അല്ല, നീ ഇവിടെ ഇറങ്ങിട്ട് എന്ത് ചെയ്യാനാ? ഹോസ്റ്റലിലേക്ക് പോണ്ടേ? നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. ഞാനിവിടെ വരെ ഉള്ളൂ. ഞാൻ പോവാ. നീ പോവുകയോ? എവിടെ പോകുന്നു? പോവാൻ നിനക്ക് സ്ഥലമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇപ്പൊ പോകുന്നേ? എടാ, നീ തനിച്ച് കിടക്കുന്നത് നിനക്ക് അപകടമല്ലേ? ഞങ്ങൾക്കൊപ്പമാണ് നീ സുരക്ഷിതനെന്ന് നീ പറയാറുണ്ടല്ലോ. എന്നിട്ടാണോ ഇപ്പൊ നീ പോവാൻ തീരുമാനിച്ചേ? അല്ലെങ്കിൽ തന്നെ നീ ഇവിടെ ഇറങ്ങി യാത്ര പറഞ്ഞു പോവാൻ മാത്രം എന്തുണ്ടായി? ഞങ്ങൾ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങളിൽ നിന്നും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറ. നിങ്ങൾ ആരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിഷമം എനിക്ക് ഉണ്ടായിട്ടുമില്ല. പിന്നെ എന്തിനാ നീ പോകുന്നേ? നീ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇനി നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഗുഡ് ബൈ പറഞ്ഞു പോവാ. എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ എന്തിനാ വരുന്നത്? അവിടെ വന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തി മറ്റുള്ളവർക്ക് പ്രശ്നമാവുന്ന എന്തിനാ? നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് സോൾവ് ചെയ്തിട്ടില്ലേ? നീ ഞങ്ങളുടെ ഉറക്കം കെടുത്തിയെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതിന്റെ പേരിൽ നീ ഞങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു പോണൊന്നുമില്ല. നിന്നെ ഇവിടെ ഇറക്കി വിട്ട് ഞങ്ങള് പോയാ തൊട്ടടുത്ത നിമിഷം നിന്നെ പോലീസ് പിടിക്കും, അത് ഉറപ്പാ. ആരവേ, യാത്രക്കിടയിൽ പെട്ടൊരു നിമിഷം നീ വണ്ടി നിർത്തി ഇറങ്ങിപ്പോണെങ്കിൽ എന്തൊരു കാരണമുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? നീ അത് പറ. ഒരു പ്രശ്നവുമില്ല. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി കുറെ ബുദ്ധിമുട്ടി. വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ഹോസ്റ്റലിൽ പോയി സമാധാനത്തോടെ താമസിച്ചോളൂ. ഞാൻ മറ്റൊരു താവളം തേടി പൊക്കോളാം. ആരവ്, ഞങ്ങൾ ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് നീ പോണതെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമില്ല. ഇപ്പൊ ഞങ്ങൾ ആരും നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നീ പോകുന്നേ? എനിക്ക് പോണം, പോയേ പറ്റൂ. നിനക്ക് നിന്റെ അമ്മയെ കണ്ടെത്തണ്ടേ? നിന്റെ അമ്മയെ കണ്ടെത്തി തരാന്ന് നിനക്ക് ഞങ്ങൾ വാക്ക് തന്നതാ. ആ വാക്ക് പാലിക്കാൻ അനുവദിക്കാതെയാ നീ പോകുന്നത്. ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താടാ? നിന്റെ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം നിനക്കില്ലേ? ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത അമ്മയെ ഇനി കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമെങ്കിൽ കാണാം. നീ തനിച്ച് നടന്ന നിന്റെ അവസ്ഥ എന്താവുന്നു നീ ഓർത്തോ? നീ തനിച്ചു പോയാ നിനക്ക് നിന്റെ അമ്മയെ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസും രുദ്രന്റെ ഗുണ്ടകളും നിന്നെ തവിട് പൊടിയാക്കും. ഇനിയും പോകാനാണോ നിന്റെ തീരുമാനം? ഞാൻ പോവാ. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. നീ പോയാ ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ഓർത്ത് വിഷമേ ഉണ്ടാവുള്ളൂ ആരവ്. നീ പോകരുത്. ഇവിടെ വെച്ച് നീ പിരിഞ്ഞു പോകുന്നത് നിനക്ക് പ്രശ്നമായിരിക്കും. ഞാൻ വീണ്ടും നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വരുന്നതാണ് പ്രശ്നം. എനിക്ക് അഭയം തന്നവര് നാളെ ഒരു പ്രശ്നത്തിൽപ്പെടാൻ പാടില്ലല്ലോ. നിങ്ങൾ പ്രശ്നത്തിൽപ്പെട്ട എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വരും. ഞാൻ പൊക്കോട്ടെ. ആരവ്, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിച്ചു.
അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പിരിഞ്ഞു പോകാനുള്ള തീരുമാനം ഇപ്പൊ നിങ്ങൾക്കൊരു ഷോക്കായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്റെ തീരുമാനം സന്തോഷം ഉണ്ടാക്കും. നിങ്ങൾ ആ സന്തോഷത്തിന് വേണ്ടിയാ ഞാനിപ്പോ പിരിഞ്ഞു പോകുന്നത്. നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. പോട്ടെ. ഏ